അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ യാത്രയപ്പ് വേളയിലുണ്ടായ ഒരു സംഭവം ഇന്നും മനസ്സാന്തരങ്ങളിലുണ്ട്. വിശുദ്ധമായ റമളാൻ വരുമ്പോൾ അതിങ്ങനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ പറയുന്നത് ഇന്നും അങ്ങനെയുള്ള അബദ്ധങ്ങൾ പല ആളുകൾക്കും സംഭവിച്ചു പോകാറുണ്ട്. അത് സംഭവിക്കരുതേ എന്ന് മനസ്സിലായിക്കൊണ്ടാണ്. മറ്റൊന്നുമല്ല, അത്യാവശ്യം വിവരമുള്ളൊരു സുഹൃത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്ര അയക്കാൻ വേണ്ടി വീട്ടിൽ കൂടുമ്പോൾ നോമ്പുകാരായ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, നിങ്ങൾ നോമ്പുകാരാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ എനിക്ക് സമ്മതം തരണമെന്ന് പറഞ്ഞ് സുഹൃത്ത് അകത്ത് പോയി വേറെ നിറയെ ഭക്ഷണം കഴിച്ച് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ഒരു സംഭവം വളരെ വലിയ അബദ്ധമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ആർക്കും ആ സന്ദർഭത്തിൽ അതേക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. കാരണം ഒരു സുഹൃത്ത് യാത്ര പോകുന്നൊരു സുഹൃത്ത് ആ സുഹൃത്ത് യാത്ര പോകുമ്പോൾ ഭക്ഷണം കഴിക്കണ്ട എന്നാരും പറഞ്ഞില്ല. ഇത് ഒരു വലിയ അബദ്ധമാണ്. സുഹൃത്ത് പറഞ്ഞു, യാത്രക്കാരനല്ലേ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. യാത്രക്കാരായ ആളുകൾ, രോഗികളായ ആളുകൾ, അവർക്കൊക്കെ മറ്റൊരു ദിവസം നോമ്പ് പിടിച്ചാൽ മതി എന്ന് ഖുർആൻ തന്നെ ഉണ്ടല്ലോ. അത്യാവശ്യം വിവരമുള്ള സുഹൃത്തായതുകൊണ്ട് ആർക്കും സംശയം തോന്നിയതുമില്ല. ഇങ്ങനെ ഈ സംഭവത്തിന് ശേഷമാണ് ഇത് സംബന്ധമായി പിന്നീട് ചിന്തിക്കുന്നത്. കാരണം ഈ സുഹൃത്ത് ചെയ്തത് ശരിയാണോ? ഇന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ? ഇതാണ് വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ സുഹൃത്ത് ചെയ്തത് വലിയ അബദ്ധമാണ്, തനി ഹറാമാണ് ഈ സുഹൃത്ത് ചെയ്തത്. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സുഹൃത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് യാത്ര പോവുക എന്നുള്ളത് തനി ഹറാമാണ്. കാരണം യാത്രക്കാരനാണല്ലോ എന്ന് ഖുർആൻ പറയുന്ന യാത്രക്കാരനാണ് എന്ന് ഈ സുഹൃത്തിനെ കുറിച്ച് പറയാനായിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സുഹൃത്ത് യാത്രക്കാരനാവുന്നത് എപ്പോഴാണ്? നമ്മൾക്കൊക്കെ ഇന്നും സംഭവിക്കുന്നൊരു വിഷയമാണ്. ഉമ്മമാർ പറയും, ചിലപ്പോൾ തലേ ദിവസം തന്നെ പറയും, നമുക്ക് മോനെ നാളെ നീ യാത്ര പോകുന്ന ദിവസമല്ല, യാത്രക്കാർക്ക് നോമ്പ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നത്തായത്തിന് മോൻ എണീക്കണ്ട, അവന് രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, കാരണം യാത്രക്കാരനാണല്ലോ, എല്ലാ ഭക്ഷണവും കൊടുക്കുന്നു, അവനത് കഴിക്കുന്നു. ഈ ഒരു അബദ്ധം ഇനിയും നമുക്ക് സംഭവിക്കാൻ പാടില്ല. പലയിടത്തും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ഇവൻ യാത്രക്കാരനാവുന്ന എപ്പോഴാണ്? ഒരാൾ യാത്ര പോകുമ്പോൾ ഔ അല സഫരിൻ എന്ന് പറഞ്ഞ യാത്രയിലുള്ള ആളുകൾക്ക് നോമ്പ് മുറിക്കാൻ അത് റുഖ്സയാണ്, അതൊരു ഇളവാണ്, അനുവദിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇതെപ്പോഴാണ് അനുവദനീയമാകുന്നത് എന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ സംഭവം നടന്നത്. ഇവൻ വീട്ടിൽ നിന്നൊരാൾ യാത്ര പോകുമ്പോൾ, നമ്മൾ ആര് യാത്ര പോകുമ്പോൾ യാത്രയുടെ ആനുകൂല്യം പറ്റണമെങ്കിൽ യാത്രക്കാരനാവണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂർണ്ണമായി നോമ്പുകാരനായിട്ടേ ഇവൻ ഇറങ്ങാവും. അങ്ങനെ നോമ്പുകാരനായി യാത്ര പോകുമ്പോൾ അവന് വേണമെങ്കിൽ അവന് യാത്രയുടെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് നോമ്പ് മുറിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അവന് നോമ്പുകാരനായി നിൽക്കലാണ്. വൻ തസൂമു ഖൈറുൽ ലക്കും എന്ന് ഖുർആൻ തന്നെ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നോമ്പ് നോൽക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ഈ യാത്ര കൊണ്ടുള്ള വിഷയം, അവൻ്റെ യാത്രാക്ഷീണം, ദാഹം, പ്രയാസങ്ങൾ, ഇതൊക്കെയാണല്ലോ ഒരു യാത്രക്കാനുള്ള ഇളവ് അനുവദിക്കാനുള്ള കാരണം. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നല്ലത് അവന് നോമ്പ് നോൽക്കലാണ്. ഇളവ് അവനുണ്ട്, പക്ഷേ ഇളവ് ഇന്നത്തെ കാലഘട്ടങ്ങളിലൊന്നും ഈ ഇളവിൻ്റെ ആവശ്യമില്ല. പണ്ട് നടന്നുള്ള യാത്രയും കാര്യങ്ങളുമൊക്കെ ആകുമ്പോൾ ക്ഷീണവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് ഒരാൾ വിദേശത്തേക്ക് പോകാൻ അവന് യാത്രാക്ഷീണമോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം വിമാനത്തിലാണ് യാത്ര പോകുന്നത്, അല്ലെങ്കിൽ AC കാറിലാണ് പോകുന്നത്. ഇവന് ഒഴിവാക്കാമെങ്കിലും ഈ വിട്ടുവീഴ്ചയ്ക്ക് നിദാനമായ ബുദ്ധിമുട്ടുകൾ അയാൾക്കില്ല. പക്ഷേ എന്നാലും അയാൾക്ക് നോമ്പ് മുറിക്കാം, പക്ഷെ നല്ലത് നോമ്പ് നോൽക്കലാണ്. ഈ ഒരു വിഷയമാണ് അറിവില്ലായ്മ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് യാത്രക്കാരനാണല്ലോ എന്നുള്ള ആനുകൂല്യവും റുഖ്സയും ആ ഇളവും ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് പല ആളുകളും ഇറങ്ങുന്നത്. ഇത് വലിയ തെറ്റാകുന്നു. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ യാത്രക്കാരനായിട്ടില്ല. വീടിൻ്റെ പരിധി വിട്ടുകടന്ന് 132 കിലോമീറ്ററോ അതിനപ്പുറമോ ഉള്ളവനെ ഈ അനുവദിച്ചിട്ടുള്ളതിൻ്റെ ചുവട്ടിലുള്ള കസീറായ യാത്രക്കാരാണെങ്കിൽ, കുറഞ്ഞ ദൂരമാണെങ്കിൽ ദൂന കസീരിൻ എന്ന് പണ്ഡിതന്മാരും ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ദൂന കസീരിൻ വസഫരി മയസിയ എന്നൊക്കെ. പക്ഷേ എന്നാലും അവിടെയൊക്കെ കാണാം വസൗമുൽ മുസാഫിരി ബിലാ ദററിൻ അഹബ്ബു മിനൽ ഫിത്രി. കാരണം നോമ്പ് നോൽക്കലാണ് ഇവൻ ഏറ്റവും നല്ലത്.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ പുണ്യം വലിയതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അഫ്തറ യൗമൻ മിൻ റമളാന മിൻ ഗൈരി റുഖ്സ വലാ മറൽ വലാ ലം യഖ്ല അൻഹു സൗമുദ് ദഹരി കുല്ലിഹി വഇൻ സാമ. ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റാൽ പോലും റമളാൻ്റെ ഒരു ദിവസത്തെ നോമ്പ് നോറ്റ് വിട്ടിയാൽ അതിന് പകരമാവില്ല എന്ന്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി റമളാനിൽ നോമ്പ് നോൽക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. യാത്രക്കാരനാണല്ലോ നേരെ ഇളവ് കൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ വാണ്ടസുമു ഖൈറുലക്കും, നോമ്പ് നോക്കലാണ് നല്ലത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നും ഇങ്ങനെ യാത്ര പോകുന്ന ആളുകളുണ്ടാകാം. അഥവാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് യാത്രക്കാരനാണ്, ഇത് അനുവദനീയമാണ് എന്ന് ധരിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കണം. അവൻ യാത്രക്കാരനാവുന്നത് മഹല്ലിൻ്റെ പരിധി വിട്ട് കടക്കുകയും 132 കിലോമീറ്റർക്ക് അപ്പുറത്തേക്കുള്ള യാത്രക്കാരനുമാകുമ്പോൾ മാത്രമാണ്. ഈ ഒരു രീതിയിലാണ് ഇസ്ലാമിക ശരീഅത്ത് ഔ വലാ സഫരിൻ എന്ന് പറഞ്ഞ് യാത്രക്കാർക്കുള്ള ആനുകൂല്യം ഇവർക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ യാത്രക്ക് ഒരുങ്ങുമ്പോഴോ അപ്പോൾ തന്നെ അവന് നോമ്പ് മുറിക്കാമെന്ന് അത് തെറ്റാണ്. അങ്ങനെ ധാരണ ശരിയല്ല. മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചത് ദീനി അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന കുറേ വിഷയങ്ങളാണ്. വാണ്ടസുമു ഖൈറുലക്കും ഇൻകുനും തഅലമൂൻ എന്നാണ്. നിങ്ങൾക്കറിയുമെങ്കിൽ, അതിൻ്റെ പുണ്യവും കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ്. നോമ്പ് നോൽക്കലാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ വിവരമുള്ളവരായി മാറണം. ഏത് വിഷയങ്ങളും വിവരമില്ലായ്മ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കുറേ അബദ്ധങ്ങളുണ്ട്. ഈ അബദ്ധങ്ങൾപ്പെട്ടൊരു അബദ്ധമാണ് യാത്രക്കാർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്നത് തെറ്റാകുന്നു. മഹല്ലിൻ്റെ പരിധി വിട്ട് കടന്നതിന് ശേഷമാണ് യാത്രക്കാരൻ ആനുകൂല്യം അവന് വരുന്നത്. അതിന് ശേഷം വേണമെങ്കിൽ മുറിക്കാം, വേണമെങ്കിൽ നോമ്പ് നോക്കാം. നോക്കുന്നത് നല്ലതാണ്. മുറിക്കുന്നതിനേക്കാൾ നല്ലത് ക്ഷീണമൊന്നുമില്ലെങ്കിൽ നല്ലത് അവന് നോമ്പ് നോക്കലാണ്. ഈ കാര്യം നമുക്ക് ബോധ്യം വേണം. സുഹൃത്തുക്കളൊക്കെ യാത്ര പോകുമ്പോൾ ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.